നമസ്കാരം. ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഈ സിനിമയുടെ റിലീസിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന കോലാഹലങ്ങളും സെൻസർ ബോർഡ് പ്രശ്നങ്ങളും ഒക്കെ പ്രേക്ഷകർ നേരിട്ട് കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് സിനിമാ സംഘടനയിലുള്ള പ്രധാനപ്പെട്ട ആളുകൾ എല്ലാവരും ചേർന്ന് ഒരു സിനിമാ സമരം നടത്തി സെൻസർ ബോർഡ് അംഗങ്ങൾക്കെതിരെ കൃത്യമായ മറുപടി താരങ്ങൾ നൽകുകയും ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ ടൈറ്റിൽ മാറ്റിക്കൊണ്ട് ആ സിനിമ റിലീസിനെത്തി. എന്നാൽ സിനിമ റിലീസിനെത്തിയതിനു ശേഷം വലിയ വിജയമായിരുന്നില്ല ആ ചിത്രം. ഇപ്പോൾ ആ ചിത്രവുമായി ബന്ധപ്പെട്ട് ചിത്രത്തിലെ നായികയായ അനുപമ പരമേശ്വരൻ ഒരു കാര്യം പറയുകയാണ്. പർദ എന്ന അനുപമയുടെ ചിത്രത്തിൻ്റെ പ്രൊമോഷൻ സമയത്താണ് അനുപമ സിനിമയ്ക്കെതിരെ വ്യക്തമായി രംഗത്തെത്തുന്നത്. അനുപമ തന്നെയാണ് ചിത്രത്തിൽ പ്രധാന വേഷമായ ജാനകി വിദ്യാധരൻ എന്ന കഥാപാത്രത്തെ കൈകാര്യം ചെയ്തത്. ഇതേ അനുപമ തന്നെയാണ് ഈ സിനിമയ്ക്കെതിരെ ഇപ്പോൾ സംസാരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. അനുപമ പറയുന്ന ഒരു കാര്യം വളരെയധികം വ്യക്തമാണ്. അനുപമ പറയുന്നത് ഈ സിനിമയിലെ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ചില ഡയലോഗുകൾ, അതായത് സംഭാഷണങ്ങൾ രാഷ്ട്രീയപരമായിട്ട് താൻ യോജിക്കുന്നില്ല എന്നുള്ളതാണ് അനുപമ മുന്നോട്ട് വെക്കുന്ന ആദ്യത്തെ പോയിന്റ്. മാത്രമല്ല ഈ സിനിമയുടെ ഔട്ട്പുട്ടുമായി ബന്ധപ്പെട്ട അനുപമയ്ക്ക് ചില നീരസങ്ങളുണ്ട് എന്നുള്ളത് അനുപമയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. അതായത് ഒരു പൂർണ്ണ സംതൃപ്തി തനിക്ക് ആ സിനിമയിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളത് അനുപമ വ്യക്തമായി പറയുന്നുണ്ട്. പോയിന്റ് നമ്പർ 3, അനുപമ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സിനിമയിലെ കഥാപാത്രത്തിനോടും ഈ സിനിമയുടെ കഥയും താൻ ആദ്യം കേട്ടതുപോലെ അല്ല ഈ സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം ഉണ്ടായത് എന്നുള്ളതാണ്. താൻ കമ്മിറ്റ് ചെയ്തത്, അതായത് പോയിന്റ് നമ്പർ 4, താൻ കമ്മിറ്റ് ചെയ്തത് ജാനകി എന്ന കഥാപാത്രത്തിൻ്റെ കഥയെക്കുറിച്ചാണ്. ആ കഥയുമായി ബന്ധപ്പെട്ടാണ് താൻ ആ സിനിമ കമ്മിറ്റ് ചെയ്തത്. പക്ഷെ അതൊന്നുമല്ല ചിത്രീകരണത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതും കൂടി അനുപമ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് കൃത്യമായി സിനിമയുടെ സംവിധായകനെയും തിരക്കഥാകൃത്തിനെയും തന്നെ ഉന്നം വെച്ചുകൊണ്ടാണ് എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഈ സിനിമ പിന്നീട് ഷൂട്ട് ചെയ്തതൊന്നും തന്നെ തൻ്റെ അറിവോടെയല്ല. തൻ്റെ രംഗങ്ങൾ ഷൂട്ട് ചെയ്തതിന് ശേഷം എന്താണ് ആ സിനിമയ്ക്ക് സംഭവിച്ചത് എന്നുള്ളത് അനുപമ പറയുന്നുണ്ട്. അതൊരു നായികയാണെന്ന് ആലോചിച്ച് നോക്കണം. ആ സിനിമയുടെ പ്രധാന കഥാപാത്രത്തെ, ആ സിനിമയുടെ നെടുന്തൂണായ അനുപമ പരമേശ്വരൻ സിനിമയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് എന്താണെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ സിനിമാ ഇൻഡസ്ട്രിക്കുള്ളിൽ നടക്കുന്നത് എന്താണ്? ഒരു പ്രധാന താരത്തിന് ആ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള കഥയോ അതിനുശേഷം എന്താണ് നടക്കുന്നതോ എന്നത് സംബന്ധിച്ച് വ്യക്തമായ ധാരണയില്ലെങ്കിൽ എങ്ങനെയാണ് ആ സിനിമാ ചിത്രീകരണവുമായി മുന്നോട്ട് പോവുക എന്നൊരു വലിയ ചോദ്യം കൂടി നിൽക്കുന്നുണ്ട്. പോയിന്റ് നമ്പർ 5, അനുപമ പറയുന്നത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു പ്രിവ്യൂ ഷോയോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സിനിമയുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ തനിക്കറിവില്ല. ഡബ്ബിംഗ് ചെയ്തപ്പോൾ പോലും തൻ്റെ സീനുകൾ മാത്രമാണ് കണ്ടത് എന്ന് അനുപമ പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നതും തനിക്കറിയില്ല എന്നതും അനുപമ സൂചിപ്പിക്കുന്നുണ്ട്. പോയിന്റ് നമ്പർ 6, ഈ സിനിമയുടെ വിവാദം, പ്രത്യേകിച്ച് പേരുമായി ബന്ധപ്പെട്ട് സെൻസർ ബോർഡ് പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ ഇതൊന്നും തനിക്ക് ശരിയായിട്ട് തോന്നുന്നില്ല. ഈ വിവാദങ്ങളൊക്കെ അനാവശ്യമാണെന്ന് അനുപമ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴേക്കും സിനിമയെ സംരക്ഷിക്കുന്നുണ്ട് അനുപമ. പക്ഷേ എന്നാൽ പോലും തന്നെ കഥാപാത്രത്തെയോ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള കണ്ടന്റിനെ കുറിച്ചോ ഒക്കെ കൃത്യമായി എതിരഭിപ്രായം ഉന്നയിക്കുന്നുണ്ട് അനുപമ. പോയിന്റ് നമ്പർ 7, അനുപമ പറയുന്നത് സുരേഷ് ഗോപിയെ പോലൊരു താരം ഈ സിനിമയിൽ വന്നതോടുകൂടി സിനിമയ്ക്ക് ഒരു വലിയ റീച്ച് കിട്ടിയിട്ടുണ്ട് എന്നത് അനുപമ പറയുന്നുണ്ട്. പക്ഷെ പരോക്ഷമായി പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ജാനകിയുടെ കഥയായി മാറിയിരുന്ന കഥ പിന്നീട് ഡേവിഡ് ആബേൽ എന്ന സുരേഷ് ഗോപിയുടെ കഥാപാത്രത്തിൻ്റെ രീതിയിലേക്കും കൂടി മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ തിരക്കഥ എന്നതുകൂടി സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ വാക്കുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കൂടിയാണ് ഈ പറഞ്ഞ പോയിന്റിൽ നിന്നുള്ളത്. കാരണം അനുപമയുടെ കഥയായി മാറേണ്ട ഒരു സിനിമ സുരേഷ് ഗോപിയും കൂടി വന്നതോടുകൂടി ഒരു സൂപ്പർ സ്റ്റാർ എന്ന ലേബലിലേക്ക് സുരേഷ് ഗോപി വരുമ്പോൾ സ്വാഭാവികമായും അതിൽ തിരക്കഥയിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. ആ മാറ്റത്തെക്കുറിച്ച് തനിക്ക് അറിവില്ലായിരുന്നു എന്നതും കൂടി അനുപമ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. പോയിന്റ് നമ്പർ 8, അനുപമ ആണ് ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രമായിട്ട് മാറുന്നത്. പക്ഷേ അനുപമയുടെ ഷെഡ്യൂളിന് ശേഷം ആ സിനിമയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് തനിക്ക് അറിയില്ല എന്നുള്ളതാണ് അനുപമ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ആ സിനിമയിലെ പ്രധാന നായിക തന്നെ ഈ വിമർശനവുമായിട്ട് രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട്. അതായത് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ റിലീസിന് മുന്നേ ഒരുപാട് വിവാദമുണ്ടാക്കി. റിലീസിന് ശേഷം ആ സിനിമയ്ക്ക് വേണ്ട രീതിയിൽ തിയേറ്ററുകളിൽ വിജയിക്കാൻ സാധിച്ചില്ല. അതിനുശേഷം OTT പ്ലാറ്റ്ഫോമുകളിൽ ഈ ചിത്രം റിലീസിനെത്തിയിരുന്നു. അപ്പോൾ ഒരു പ്രേക്ഷക പിന്തുണ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അതിനുശേഷം വീണ്ടും വിവാദങ്ങളിലേക്ക് ഈ സിനിമ വരികയാണ്. അതും ഉന്നയിക്കുന്നതും പ്രധാനപ്പെട്ട താരമാണ് എന്നതും കൂടി ഓർക്കണം. ആ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന നായികയാണ് ഈ ചിത്രത്തിന് ഇങ്ങനൊരു വിമർശനവുമായി എത്തുന്നത്. എന്തായാലും ഈ സിനിമയുടെ സംവിധായകനായ പ്രവീൺ നാരായണനോ ഈ സിനിമയുടെ നിർമ്മാതാക്കളോ ഈ സിനിമയുടെ മറ്റ് അണിയർ പ്രവർത്തകരോ താരങ്ങളോ അനുപമയുടെ ഈ വിമർശനത്തിന് മറുപടിയുമായി ഇതുവരെ രംഗത്തെത്തിയിട്ടില്ല. അങ്ങനൊരു പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ള ഒരു കാര്യത്തിലും കൂടി നോക്കി നിൽക്കേണ്ട സാഹചര്യമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് ഒരു സിനിമയിലെ പ്രധാനപ്പെട്ട താരത്തിന് പോലും ആ സിനിമയിൽ എന്താണ് നടക്കുന്നത് എന്നത് അറിയില്ല എന്നുള്ളതുണ്ടെങ്കിൽ 2-3 ചോദ്യങ്ങൾ അതിനകത്ത് നിൽക്കുന്നുണ്ട്. ഒന്ന്,
നായികയായതുകൊണ്ടാണോ അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയതുകൊണ്ടാണോ ആ സിനിമയിലെ പ്രധാന താരമായിട്ട് പോലും ആ സിനിമയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ പറ്റാത്തത്? നേരെ മറിച്ച് ഒരു പ്രധാനപ്പെട്ട നായകൻ അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ ആണ് ആ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ആ നടനോ താരമോ ആ സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഓരോ കാര്യങ്ങൾ അറിയില്ലേ, അല്ലെങ്കിൽ ഇവർ തന്നെ അറിയിക്കില്ലേ? എന്തുകൊണ്ടാണ് അനുപമയെ ഇക്കാര്യങ്ങളൊന്നും അറിയിക്കാത്തത് എന്നൊരു വലിയ ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട് എന്നതും വലിയ പ്രസക്തമായ കാര്യമാണ്. 2, അനുപമ പറഞ്ഞത് ഒരു സൂപ്പർ സ്റ്റാറായ സുരേഷ് ഗോപി ഈ സിനിമയ്ക്ക് വന്നതോടുകൂടി ഇതിൻ്റെ മാർക്കറ്റ് വൈഡായി അല്ലെങ്കിൽ ഇതിൻ്റെ വിസിബിലിറ്റി വൈഡായി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ജാനകിയുടെ കഥ മാത്രമായിട്ട് ഈ സിനിമയ്ക്ക് മുന്നോട്ട് പോകാനുള്ള സ്ട്രെങ്ത് ഇല്ലേ, കണ്ടന്റ് ഇല്ലേ എന്നുള്ള ചോദ്യമുണ്ട്. ഒരു സിനിമയെ നിലനിർത്തണമെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ആവശ്യം അനിവാര്യമാണോ എന്നൊരു ചോദ്യവും കൂടി വളരെ പ്രസക്തമായിട്ട് തന്നെ രീതിയിൽ ഉയരുന്നുണ്ട്. എന്തായാലും പർദ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട അനുഭവം പറഞ്ഞ ഈ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ചയാണ്. അതുകൊണ്ട് തന്നെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും ഇതിനൊരു മറുപടി ഉണ്ടാകുമോ എന്നുള്ളതും നോക്കിക്കാണേണ്ടത്.